സജ്ജനങ്ങളെ നമസ്കാരം. ശ്രീമദ് ഭാഗവത ജ്ഞാനയജ്ഞം. ശ്രീമദ് ഭാഗവതം സംസ്കൃത ഗ്രന്ഥത്തിലെ മൂലഗ്രന്ഥത്തിലെ ഓരോ ശ്ലോകങ്ങളെയും മനസ്സിലാക്കി ആ ശ്ലോകങ്ങളെ തുഞ്ചത്താചാര്യൻ എങ്ങനെ കിളിപ്പാട്ടിലേക്ക് ആവിഷ്കരിച്ചിരിക്കുന്നു എന്നാണ് നാം നോക്കുന്നത്. മൂന്നാമത്തെ അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകത്തോടു കൂടിയാണ് ഭഗവാന്റെ അവതാരം വർണ്ണിക്കുന്നത്. 3 ശ്ലോകങ്ങൾ നാം മനസ്സിലാക്കി. ഇനി 4ാമത് ശ്ലോകമാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. 4ാമത് ശ്ലോകം വവൗവായു സുഖസ്പർശഃ പുണ്യഗന്ധവഃ ശുചിഃ അഗ്നയശ്ച ദ്വിജാതീനാം ശാന്താത് തത്ര സമിന്ദത. വവൗവായു സുഖസ്പർശഃ പുണ്യഗന്ധവഃ ശുചിഃ അഗ്നയശ്ച ദ്വിജാതീനാം ശാന്താത് തത്ര സമിന്ദത. വവൗവായു സുഖസ്പർശഃ പുണ്യഗന്ധവഃ ശുചി. പുണ്യഗന്ധവഃ, പുണ്യഗന്ധത്തെ, സുഗന്ധത്തെ വഹിക്കുന്ന ശുചിവായു, ശുദ്ധവായു. സുഖസ്പർശ വവൗ, സുഖസ്പർശത്തോടുകൂടി, ശീതളസ്പർശത്തോടുകൂടി വവൗ വീശിത്തുടങ്ങി. ഭഗവാന്റെ അവതാരത്തെ സൂചിപ്പിക്കുന്നതായ അന്തരീക്ഷത്തിലെ അനുഭവങ്ങളാണ് ഭഗവാൻ വേദവ്യാസൻ ഇവിടെ വർണ്ണിക്കുന്നത്. പുണ്യഗന്ധവഃ ശുചിവായു സുഖസ്പർശ വവൗ. സുഗന്ധം കലർന്ന ശുദ്ധവായു ശീതള സ്പർശത്തോടുകൂടി വീശിത്തുടങ്ങി. ദ്വിജാതീനാം ശാന്ത അഗ്നയ ച തത്ര സമിന്ദത. ദ്വിജാതീനാം, ദ്വിജന്മാർ, ബ്രാഹ്മണരുടെ ശാന്ത അഗ്നയ ച, ശാന്തമായി കിടന്ന, ആറിക്കിടന്ന അഗ്നയ ച, അഗ്നികൾ, ത്രേതാഗ്നികളും തത്ര, അപ്പോൾ സമിന്ദത, വലം ചുഴന്നെരിഞ്ഞു. ഭഗവാന്റെ അവതാരം അടുത്തു. ഈ 4ാമത് ശ്ലോകത്തെ ഭഗവാൻ ഭാഷ്യകാരൻ തുഞ്ചത്താചാര്യൻ എങ്ങനെ കിളിപ്പാട്ടിലേക്ക് ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് നോക്കാം. ശീതത്വ സുഗന്ധമാന്ദ്യാദികൾ ഗുണം ചേർന്ന് വാദബോധങ്ങളെല്ലാം വ്യാപിച്ചിതതു നേരം മെദിനി സുരവരന്മാരുടെ കുണ്ടങ്ങളിൽ വിധിഹോത്രനും വലം ചുഴന്നു വിളങ്ങിനാൻ. ശീതത്വ സുഗന്ധമാന്ദ്യാദികൾ ഗുണം ചേർന്ന് വാദബോധങ്ങളെല്ലാം വ്യാപിച്ചിതതു നേരം. അതാണ് വവൗവായു സുഖസ്പർശഃ പുണ്യഗന്ധവഃ ശുചി. പുണ്യവാഹിനിയായ ശുദ്ധവായു ശീതള സ്പർശത്തോടുകൂടി വീശിത്തുടങ്ങി എന്നുള്ള ആ ഭാഗമാണ് മേദിനീസുരന്മാർ, ബ്രാഹ്മണർ, മേദിനീസുരന്മാരുടെ കുണ്ടങ്ങളിൽ, അഗ്നികുണ്ഡങ്ങളിൽ വീതിഹോത്രൻ, അഗ്നിദേവൻ വലം ചുഴന്നു വിളങ്ങിനാൻ. അഗ്നയശ്ച ദ്വിജാതീനാം ശാന്ത തത്ര സമിന്ദത. ദ്വിജാതീനാം ശാന്ത അഗ്നയശ്ച തത്ര സമിന്ദത. ബ്രാഹ്മണരുടെ ആറിക്കിടന്ന ത്രേതാഗ്നികളും അപ്പോൾ വലം ചുഴന്നെരിഞ്ഞു. ഇതാണ് 4ാമത് ശ്ലോകം.